ഹായ്, വെൽക്കം ടു ആരിസ് ആസ്ട്രോലൈവ്. ചിങ്ങൻ രാശിക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങൾ വളരെ പ്രിപ്പയർഡാണ്. നിങ്ങൾ എല്ലാം കൊണ്ടും ബിസിനസ് പരമായിട്ട് നിങ്ങൾ ഫൈനാൻഷ്യലി വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു പീരീഡാണ്. നിങ്ങൾ ആരെയും നിങ്ങൾക്ക് എതിരെ വരുന്നവരെ നേരിടാനും ബിസിനസ്സിലായാലും എല്ലാം നിങ്ങൾ അതിനും റെഡിയായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വലി അവേക്കനായിട്ടുള്ളൊരു പേഴ്സണാണ്. വളരെ ഈശ്വരവിശ്വാസവും മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ വളരെ ഇമോഷണലി വളരെ സ്റ്റക്കായിട്ടുള്ളൊരു പീരീഡാണ് കുറച്ച് പോയിരുന്നത്. പക്ഷെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതെല്ലാം കവർ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണ്. എന്താണ് സോൾ കാർഡ് പറയുന്നതെന്ന് നോക്കാം. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ഉണ്ടല്ലോ, ചിലവർക്ക് പാട്ടുപാടാൻ നല്ല കഴിവായിരിക്കും, പക്ഷേ ഒരു മടിയ മറ്റുള്ളവർ മുമ്പിൽ അതെ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റീവായിട്ടുള്ള ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനകത്ത് ഐഡിയകളും സ്വന്തം കാര്യങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യാനൊരു കഴിവ് നിങ്ങൾ കൂട്ടണം. നിങ്ങൾക്ക് പൊതുവെ അതെല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഏഞ്ചൽ കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. ദർ ഈസ് സംതിങ് ബെറ്റർ. നിങ്ങൾക്ക് ഇനി നല്ലൊരു കാലം വരുന്നു. ഇതുവരെയുള്ള നല്ല പീരീഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിലും ബെറ്ററായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ പ്രയാസമുണ്ട് അതെല്ലാം മാറിയിട്ട് പുതിയൊരു നല്ലൊരു സമയം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. ആക്ഷൻ ഈസ് നീഡഡ്. ആക്ഷൻ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണം നിങ്ങളുടെ ഐഡിയാസ്. നിങ്ങൾക്ക് ബിസിനസ് പരമായാലും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഐഡിയകൾ ഇമോഷണൽ പരമായിട്ടില്ല, അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. കംഫർട്ട് ടോൺ. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളോടൊരു ഭയം പോലെ, എന്തെങ്കിലും തുടക്കമിടാനൊരു ഭയമാണ്. അതിൻ്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങളെ ചുറ്റി നിൽക്കാതെ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും പുതിയ നേട്ടങ്ങൾ കഴിയാനായിട്ട് ശ്രമിക്കാനും നിങ്ങൾ സ്വയം തീരുമാനിച്ചാലേ പറ്റൂ. ഹൗസസിൽ നിങ്ങൾക്ക് 5th ഹൗസാണ് കിട്ടിയിരിക്കുന്നത്. 5th ഹൗസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ലവ് റിലേറ്റഡ് കാര്യങ്ങളിലായാലും കുട്ടികളുടെ കാര്യത്തിലൊക്കെ ആയിട്ടുള്ളൊരു കാർഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ നല്ലപോലുണ്ട്. ഇനിയും പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. അതേപോലെ വിവാഹ ജീവിതവും പുതിയ ലവ് അഫെയറിനും എല്ലാം നല്ലൊരു സമയമാണ് 5th കാർഡ് ഷോ ചെയ്യുന്നത്. ഇതാണ് ചിങ്ങൻ രാശിക്കുള്ള റീഡിംഗ്.